LDF പ്രചരണ വീഡിയോ വിവാദം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആയുധമാക്കി UDF. വർഗീയ ഉള്ളടക്കമുള്ള വീഡിയോ മതസൗഹാർദ്ദം തകർക്കുമെന്നാണ് UDFന്റെ ആരോപണം. CPIM BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചു. LDF സോഷ്യൽ മീഡിയയിൽ തറവേല കാണിക്കില്ലെന്നായിരുന്നു വിവാദ വീഡിയോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഇന്നത്തെ ആദ്യ സ്വീകരണ പരിപാടി തളങ്കര. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തളങ്കരയിലേക്ക് പോകുന്ന UDF സ്ഥാനാർത്ഥി മുണ്ട് ഇടത്തോട്ടെടുക്കുന്നതും കയ്യിലെ ചരട് മുറിക്കുന്നതും കുറി മായ്ക്കുന്നതുമാണ് വിവാദ വീഡിയോയിലുള്ളത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ചുവട് പറ്റിയാണ് വീഡിയോ. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ വീഡിയോ പുറത്തിറക്കി. വിവാദമുയർന്നതോടെ തളങ്കര നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ നേതാക്കളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ പിൻവലിച്ചു. പിന്നാലെ വിഷയം UDF പ്രചാരണ ആയുധമാക്കി. മാലിക് ദിനാറിനെയും മുസ്ലിം സമുദായത്തെയും ഇടതുപക്ഷം ആക്ഷേപിച്ചെന്ന UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരുത്തം പെട്ടെന്ന് എൻ്റെ മുണ്ടഴിച്ച് വലത്തുവശം കൊടുത്തിരുന്ന മുണ്ട് ഇടതുവശമാക്കി. പൊന്നാനി കൊണ്ടുപോയി മറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല, കാര്യം അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതോടെ ചെയ്തേനെ. അത് ചെയ്യാൻ പറ്റാതെ വന്നത് ഈ മുണ്ടഴിച്ച് കഴിഞ്ഞ് കണ്ടിക്കുന്ന കാര്യം അത് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അത് കാണിച്ചേനെ. എന്നാൽ എല്ലാം ചെയ്യുന്നത് UDF ആണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. LDF ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല LDFന്റെ. വീഡിയോക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. 24 കാസർഗോഡ്.